ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു പൂവിനെ കുറിച്ചുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പൂവാട്ടോ. വളരെ റെഡ് കളറായിട്ടുള്ള പൂവാട്ടത്. അപ്പോൾ എത്ര ദൂരത്തിന് വേണമെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഇതിൻ്റെ യഥാർത്ഥ പേര് ഗുൽമോഹർ എന്നാണ്. നമ്മൾ ഏപ്രിൽ മെയ് സമയത്ത് നമ്മൾ പൂ പൂക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനെ നമ്മുടെ നാട്ടിൽ മെയ് ഫ്ലവർ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. വളരെ റെഡ് കളറായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കൊമ്പ് താഴ്ത്തിയിട്ട് നമ്മളതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ പൂവിൻ്റെ മരത്തിൻ്റെ താഴെയൊക്കെ മുഴുവനായിട്ട് പൂക്കൾ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ അവിടെ നിന്ന് പറിച്ചെടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 90s കിഡ്സൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പൂവിൻ്റെ മുട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കും. ആ ഭാഗം നമ്മൾ എടുത്തിട്ട് നഖം പോലൊക്കെ വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പണ്ടത്തെ കാലത്ത് നമ്മൾ കുട്ടികളൊക്കെ എല്ലാവരും ചെയ്തിരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ മക്കൾക്കൊന്നും അത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കും കൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളതിങ്ങനെ ചീന്തി എടുത്തിട്ട് നമ്മൾ നഖത്തിൽ വെച്ചിട്ട് ഒട്ടിക്കുക ചെയ്യട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ നഖം അങ്ങനെ നീണ്ട നഖം പോലെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഇതെല്ലാവർക്കും വെച്ച് കൊടുത്തു കേട്ടോ. അവരും ഇതൊക്കെ കാണട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചെറിയ കാലത്തൊക്കെ നമ്മളിത് ചെയ്തതാണെന്നുള്ള. അങ്ങനെ കേട്ടോ, ഇതാണ് കേട്ടോ പൂവിൻ്റെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നഖങ്ങളൊക്കെ വെച്ചു. നമ്മൾ അനന്തഭദ്രത്തിൻ്റെ ദിഗംബരനെ പോലെ ആയിട്ട് എല്ലാവരും നഖങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ളവരാരെയും ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോയിൽ ഒരു കമൻറ്റ് ചെയ്യും കേട്ടോ. ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്കറിയാലോ. അങ്ങനെ നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗുൽമോഹർ എന്നുള്ള ചെടി കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ചെടിയും കൂടിയാണ്. വളരെ ദൂരത്തുനിന്ന് പോലും നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ഈ ഗുൽമോഹർ ചെടീനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. വളരെ റെയറായിട്ടാണ് ഇപ്പം നമുക്ക് നാട്ടിൽ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ബൈ.